എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഫെബ്രുവരി 28 എൻ്റെ ആരുസിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സർപ്രൈസിനായിട്ട് ഫസ്റ്റ് ഞാനൊരു പൂവായിട്ടാണ് എൻ്റെ കുഞ്ഞിനെ വിഷ് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ ആരൂസ്, ഹാപ്പി ബർത്ത്ഡേ ആരൂസ്, ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയറിങ്. അപ്പോൾ ആള് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടിയാണ് എണീറ്റ് പൂവൊക്കെ മേടിച്ച് എനിക്ക് ഉമ്മയൊക്കെ തന്നു. ഞാൻ ഹാപ്പി, ആരൂസ് ഹാപ്പി. ഇത് കഴിഞ്ഞ് ആരൂസിനെ നേരെ മുട്ടായിയൊക്കെ കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. ബർത്ത്ഡേ ബോയ് അല്ലേ. അങ്ങനെ ആരൂസിനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം കലാപരിപാടിയിലേക്ക് കിടന്നു. ഞാനും അമ്മയും ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് അവന് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതൊന്ന് സർപ്രൈസ് രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അമ്മയും കൂടെ കാര്യമായിട്ട് ബലൂണൊക്കെ ഊതി സെറ്റ് ചെയ്ത്. അപ്പോൾ കേക്ക് മുറിയും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് അവനൊരു ഗിഫ്റ്റ് കൊടുക്കുക. അത് അവൻ്റെ മാമൻ അയച്ചു കൊടുത്ത ഗിഫ്റ്റാണ്. അപ്പം അതൊന്ന് ചെറിയ രീതിയിൽ സെറ്റാക്കി അവനെ ഒന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായ ബലൂൺ ഊതിപ്പെരിപ്പിക്കൽ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. പക്ഷേ കാറ്റ് കൊണ്ട് എല്ലാം അവിടെ പറന്ന് എല്ലാം അവിടെ കൂട്ടം കൂടി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത് നമ്മൾ ഈ റിബണാണ്. ഫസ്റ്റ് ഞാൻ കത്രി കൊണ്ട് മുറിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുധമായ കൈ തന്നെ കൊണ്ട് പിച്ചി ഇട്ട് ഇതെൻ്റെ അപ്പോൾ ഇത് സർപ്രൈസിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. ഇതങ്ങനെ കൈ കൊണ്ട് ഇട്ട് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് ഇരിക്കുന്ന മുകളിലാണ്. അപ്പോൾ ഈ സംഭവം നമ്മൾ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ വിതറി ഇട്ടു. അതും സെറ്റാക്കിയതിന് ശേഷം ഗേറ്റിൽ 2 ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അപ്പോൾ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ് സെലിബ്രേഷൻ്റെ ബലൂൺ ഞാനിങ്ങനെ എടുത്ത് എന്നിട്ട് ഓരോന്നായിട്ട് അതിൽ നിന്ന് പൊട്ടിച്ച് മറ്റേ ആർച്ചറൊക്കെ വെച്ചൊരു സംഭവമായിരുന്നു. അത് ഓരോന്ന് പൊട്ടിച്ച് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ 2-3 ബലൂണൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് അവന് സ്വിമ്മിംഗ് പൂൾ ഓരോ കടയിൽ ചെല്ലുമ്പോഴും കാണുമ്പോഴത്തേക്ക് എനിക്കത് വേണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ ഞാൻ അന്നേ വിചാരിച്ചിരുന്നു ഓന് ബർത്ത്ഡേ വരുമല്ലോ, അപ്പോൾ അന്ന് സർപ്രൈസായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആള് സർപ്രൈസ് ആവും, അതെനിക്ക് ഉറപ്പാണ്. കാരണം അതെ ആൾക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് വെച്ച് വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് ബർത്ത്ഡേക്ക് സെറ്റാക്കണമെന്ന്. അപ്പോൾ ആളിപ്പോൾ സ്കൂളിൽ പോയേക്കാണ്. നമുക്ക് സ്കൂളിൽ പോയി വിളിച്ചുകൊണ്ട് വരാം. ഓക്കെ, ബാ. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആരൂസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സർപ്രൈസ് ആവോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ബർത്ത്ഡേ ബോയെ വിളിക്കാൻ പോകുന്നത് ഞാനും പപ്പയും കൂടെയാണ്. അങ്ങനെ നമ്മൾ മറ്റേ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ കാത്തിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ വരുമെന്ന്. അപ്പോൾ അമ്മ വന്നോ എന്നും പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കും. ചെന്നപ്പം തന്നെ ആൾ ചാടി ഇറങ്ങി ഓടത്തുള്ളി ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ബേക്കറിയിലോട്ട് പോയി ലഡുവൊക്കെ മേടിച്ചതിന് ശേഷം ഈ ഒരു സംഭവം അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി.